മലപ്പുറത്തിന്റെ മണ്ണിൽ ദുരിതങ്ങളെ അതിജീവിച്ച് ഒരു സ്ത്രീ വിജയഗാഥ രചിച്ചതിന്റെ കഥയാണിത്. പേമാരിയിൽ മുങ്ങിക്കുളിച്ച കർക്കിടക മാസത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സംരംഭത്തിന്റെ ഉടമയായി മാറിയ കളത്തിങ്കൽ ഷെരീഫയുടെ ജീവിതം ഏതൊരാൾക്കും ഒരു പാഠപുസ്തകമാണ്. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ നിമിഷത്തിൽ വെറും 100 രൂപയിൽ തുടങ്ങി സ്വപ്നങ്ങളെ ഓരോന്നായി സ്വന്തമാക്കിയ ഒരു സാധാരണക്കാരിയുടെ അസാധാരണ ജീവിതയാത്ര. അതൊരു കർക്കിടക മാസമായിരുന്നു. കോരിച്ചൊഴിയുന്ന മഴ. അന്നത്തെ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ഷെരീഫയുടെ മനസ്സ് നനയും. വാടക വീടിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം പോലെ മക്കളുടെ കണ്ണുനീർ അവരുടെ ഹൃദയത്തെ നീറ്റിയെടുത്തു. പെയിന്റിംഗ് പണിക്കാരനായ ഭർത്താവ് സക്കീറിന് മഴക്കാലം കാരണം ജോലിയില്ലാതായി. അടുപ്പിലെ തീകെട്ട് പാത്രം കാലിയായി. വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ കഴിയാത്ത നിസ്സഹായയായി നിന്ന ആ നിമിഷത്തിലാണ് ഷെരീഫ ഒരു ധീരമായ തീരുമാനമെടുത്തത്. സമീപത്തുള്ള വീട്ടിൽ ചെന്ന് ധൈര്യപൂർവ്വം അവർ 100 രൂപ കടം വാങ്ങി. അന്നത്തെ കേരളത്തിൽ കുടുംബത്തിന് വിശപ്പടക്കാൻ ഒരു സ്ത്രീ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വഴികൾ വിരലിലെണ്ണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മടിയില്ലാതെ അവർ ആ 100 രൂപയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങി. അങ്ങനെ സ്വന്തം അടുക്കളയിൽ നിന്ന് ആ ഉദ്യമം ആരംഭിച്ചു. ആ ദിവസം ഒരു കൈയിൽ പനിനീർ പോലെ ചിരിക്കുന്ന കുഞ്ഞു മോളെയും മറുകയിൽ കെയർഫുള്ളി പൊതിഞ്ഞ 10 പാക്കറ്റ് ഉണ്ണിയപ്പവുമായാണ് അവർ അടുത്തുള്ള പലചരക്ക് കടയിലെത്തിയത്. ചെലവായില്ലെങ്കിൽ തിരികെ തന്നാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞിരുന്നു. എന്നാൽ ഷെരീഫയുടെ കൈപുണ്യം കടയുടമയെപ്പോലും അത്ഭുതപ്പെടുത്തി. അന്നത്തെ ദിവസം മുഴുവൻ ഉണ്ണിയപ്പവും വിറ്റുതീർത്തു. അത്ഭുതകരമായ ആ വിജയം ഷെരീഫയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകി. അടുത്ത ദിവസങ്ങളിൽ ആവശ്യക്കാരേറിയപ്പോൾ ഉണ്ണിയപ്പം കൂടാതെ പത്തിരിയും ചപ്പാത്തിയും കൂടി അവരുടെ മെനുവിലേക്ക് ചേർത്തു. പതുക്കെ പതുക്കെ മുത്തൂസ് കാറ്ററിംഗ് എന്ന പേരിലുള്ള ഒരു ചെറിയ സംരംഭമായി അത് വളർന്നു. സ്വപ്നങ്ങൾക്ക് ഒരു വഴിത്തിരിവുണ്ടായത് 2018-ലാണ്. മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്ററായിരുന്ന ഹേമലത ടീച്ചറാണ് ഷെരീഫയുടെ കഴിവിനെ കുറിച്ച് അറിഞ്ഞത്. കഷ്ടപ്പാടുകൾക്കിടയിലും മുന്നോട്ട് പോകാനുള്ള ഷെരീഫയുടെ മനക്കരുത്ത് ടീച്ചറെ ആകർഷിച്ചു. അങ്ങനെ കുടുംബശ്രീയുടെ ധനസഹായ പദ്ധതികളെ കുറിച്ച് ഹേമലത ടീച്ചർ ഷെരീഫയ്ക്ക് വിശദീകരിച്ചു. രണ്ടും കൽപ്പിച്ച് ഷെരീഫ കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ ലോൺ എടുത്തു. അന്ന് പല ബാങ്കുകളും എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യം ചോദിച്ച് അവരെ മടക്കി അയച്ചിരുന്നു. എന്നാൽ കുടുംബശ്രീയുടെ കരുത്തിൽ ഷെരീഫയുടെ സംരംഭം കൂടുതൽ വിപുലമായി. കൂടുതൽ ഓർഡറുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. കൂടുതൽ സ്ഥിരവരുമാനം ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതിക്കും അന്ന് ഹേമലത ടീച്ചർ വഴികാട്ടി. മുംബൈയിലെ ഡബ്ബാവാലസ് മോഡൽ പിന്തുടർന്ന് സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുന്ന പദ്ധതി ഷെരീഫ ഏറ്റെടുത്തു. ഓരോ ദിവസവും വിളിക്കുന്നവർക്ക് സ്റ്റീൽ പാത്രങ്ങളിലാക്കിയ ഊണ് കൃത്യസമയത്ത് മേശപ്പുറത്തെത്തിച്ചു. കോവിഡ് മഹാമാരി ലോകം മുഴുവൻ വ്യാപിക്കുകയും ആളുകൾക്ക് കൂട്ടത്തോടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഷെരീഫയുടെ സംരംഭം തളർന്നില്ല. ഹേമലത ടീച്ചറുടെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യം മുത്തൂസ് കാറ്ററിംഗ് ഏറ്റെടുത്തു. ഒരു ദിവസം പോലും മുടങ്ങാതെ 2000 പേർക്ക് പ്രഭാത ഭക്ഷണവും കഞ്ഞിയും അവർ നൽകി. എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ട ആ കാലത്ത് 15ഓളം പേർക്ക് തൊഴിൽ നൽകാൻ ഷെരീഫയ്ക്ക് അതിലൂടെ സാധിച്ചു. ഈ വലിയ ഉത്തരവാദിത്തം ഷെരീഫയുടെ കഴിവിന് ലഭിച്ച അംഗീകാരമായി മാറി. കുടുംബശ്രീ വഴി വരുന്ന എല്ലാ കാറ്ററിംഗ് ഓർഡറുകളും അവർക്ക് ലഭിച്ചു തുടങ്ങി. കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീനും പിന്നീട് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം സെൻട്രൽ സ്കൂളിന്റെ ക്യാൻറ്റീനും ഏറ്റെടുത്തതോടെ ഷെരീഫയുടെ കഴിവിന് മുന്നിൽ ആർക്കും സംശയങ്ങളൊന്നുമില്ലായിരുന്നു. അതിനിടെയാണ് കോട്ടയ്ക്കലുള്ള പാലസ് ഹോട്ടൽ വിൽക്കാനുണ്ടെന്ന് ഷെരീഫ അറിയുന്നത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഭർത്താവ് സക്കീറിന്റെ പിന്തുണയോടെ ഷെരീഫ അത് വാങ്ങി നടത്താൻ തുടങ്ങി. അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. പെയിന്റിംഗ് ജോലി നിർത്തി സക്കീറും പൂർണ്ണമായും ഷെരീഫയോടൊപ്പം ചേർന്നു. സ്വലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ 1500 പേർക്ക് ബിരിയാണിയും 50 പേർക്ക് സ്പെഷ്യൽ സദ്യയും ഒരുക്കിയത് ഷെരീഫയുടെ നേതൃത്വത്തിലായിരുന്നു. അന്ന് സദ്യ കഴിച്ചവരാണ് ഷെരീഫയോട് ആ ചോദ്യം ചോദിച്ചത്. ഇത്രയും നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രീമിയർ ഹോട്ടൽ തുടങ്ങിക്കൂടെ? ആ ചോദ്യം ഷെരീഫയുടെ അടുത്ത വലിയ സ്വപ്നത്തിലേക്ക് തിരികൊളുത്തി. അനുയോജ്യമായ സ്ഥലം ലഭിച്ചപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇന്ന് കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് പിന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കഫേ കുടുംബശ്രീയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നത് അതിന് രുചിക്കൂട്ടുകളുടെ പെരുമകേട്ടാണ്. കുടുംബശ്രീയുടെ ഒരു മാതൃകാ സംരംഭമായി തുടങ്ങിയ ഈ കഫേ പാഴ്സൽ സർവീസ്, ടേക്ക് അവേ കൗണ്ടറുകൾ, ഓൺലൈൻ സേവനങ്ങൾ, മാലിന്യ സംസ്കരണ ഉപാധികൾ, ശൗചാലയം, നാപ്കിൻ മെഷീൻ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കേരള, അറബിക്, ചൈനീസ് വിഭവങ്ങൾക്കൊപ്പം മലപ്പുറത്തിന്റെ തനത് രുചിക്കൂട്ടുകളും ഇവിടെ ലഭ്യമാണ്. ഇന്ന് നിരവധി കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ഷെരീഫ. 30ഓളം സ്ഥിരം ജീവനക്കാരും താൽക്കാലികമായി ധാരാളം പേരും ഇവിടെ ജോലി ചെയ്യുന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത് തന്റെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് മകൻ ഫെബിയാസ് കാർഡിയാറ്റിക് സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ്. മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നു. കുടുംബശ്രീ നൽകിയ കരുത്തും ഭർത്താവിന്റെ പിന്തുണയും സ്വന്തം കഠിനാധ്വാനമാണ് ഇന്നത്തെ ഈ വിജയത്തിന് പിന്നിലെന്ന് ഷെരീഫ പറയുന്നു. ഒരു ചെറിയ കുട്ടിയെയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചിയുമായി പലചരക്ക് കടയിൽ നടന്നു പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അന്ന് തളർന്നിരുന്നെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷെരീഫ ഉറച്ചു പറയുന്നു. 10 ഉണ്ണിയപ്പത്തിൽ നിന്ന് തുടങ്ങി വമ്പൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന സംരംഭമായി മാറിയ ഈ സാധാരണക്കാരുടെ ജീവിതം സ്വപ്നം കാണാൻ ധൈര്യമുള്ള ഓരോ മനുഷ്യനും ഒരു വലിയ പ്രചോദനമാണ്.